ദേശത്തിൽ. സോ ഐ എം ഷുവർ അവരുടെ എക്സ്പെർട്ട് ഒപ്പീനിയനും കിട്ടുന്നത് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ടു അസസ്. എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് സുമേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. ഇല്ല, അത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ കമ്മീഷണറോട് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കും. കേസ് എടുക്കുമോ സുരക്ഷ? അത് കമ്മീഷണർ അത് വിൽ ബി ഇൻഫോമിങ്. അതിന് ഉടനെ അത് എന്താണ് കറക്റ്റ് പോലീസ് നടപടി ഉണ്ടാവും. സാർ, അതേപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെയും സംഘങ്ങൾ എപ്പോഴെത്തും, എങ്ങനെയായിരിക്കും അത്? ഇല്ല, കോട്ടയം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എത്തും. അത് ഓൺ ദ വേ. ഓക്കെ, അതായത് ഇത് തന്നെ അത് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഘം കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഘങ്ങൾ. പ്രധാനമായും 3 ഡോക്ടർമാരാണ് എത്തിയിരിക്കുന്നത്. അവർ വിശദമായ ഒരു പരിശോധന നടത്തിയതിന് ശേഷം വേണം DMO അടക്കമുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് അല്പനേരം മുൻപ് ജില്ലാ കളക്ടർ പറഞ്ഞതാണ് ഇത് സംബന്ധിച്ച് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഘവും ഒപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സംഘവും ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും മിനിസ്റ്റർ അടക്കമുള്ള ഇത് ആരൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കളക്ടർ? ഇല്ല, ഡോക്ടർ ജയകുമാർ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടുണ്ട്. കൂടെ 4 സർജൻസും വന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ 4 ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇനി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ആ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാം. കേന്ദ്രമായി യോഗം ചേരുന്നു. ഇല്ല, യോഗം ഇപ്പോൾ ചേരേണ്ട ആവശ്യമില്ല. ഷീസ് അണ്ടർ ഒബ്സർവേഷൻ. ഓക്കെ, മന്ത്രി രാജനടക്കമുള്ള ആളുകളും വരുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജൻ അടക്കമുള്ള അവിടുത്തെ RMO അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ 4 സർജന്മാരാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരും എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു സംഘം ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കൂടുതലൊന്നും ആരും പ്രതികരിക്കാത്തതും. എന്തായാലും ഇന്ന് ഡോക്ടർമാരുടെ സംഘം വിശദമായ തന്നെ ഒരു പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇനി അടുത്ത 24 മണിക്കൂറിൽ ഏതെല്ലാം തരത്തിലുള്ള നീക്കങ്ങളാണ് ആശുപത്രിയുടെയും ഒപ്പം തന്നെ ഡോക്ടർമാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളൂ. നേരത്തെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഗ്രേഡ് 2 ഡിഫ്യൂസ് എക്സ്റ്റേണൽ ഇഞ്ചുറി ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ സെർവിക്കൽ സ്പൈനിലും പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഗുരുതരമായ പരിക്കുകൾ നേരത്തെ വാരിയലിനും കൂടാതെ ശ്വാസകോശത്തിനുമെല്ലാം പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തലച്ചോറിലും പരിക്കുകൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വിശദമായ ഒരു പരിശോധനകൾക്കും ഒപ്പം തന്നെ കൃത്യമായ രക്തസ്രാവം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതെല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പരിക്കുകളൊന്നും തന്നെ അതായത് ജീവന് ഭീഷണി ഉണ്ടാകുന്നതല്ലെങ്കിലും ഗുരുതരമല്ല എന്ന് പറയാൻ പറ്റില്ല. ഗുരുതരമായ പരിക്കുകളാണ് ശരീരത്തിൽ ആകമാനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉമാ തോമസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ നമ്മൾക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൽ നേരത്തെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഉമാ തോമസിനെ റിനൈ മെഡിസിറ്റി അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിക്കുന്നത് ആ വീഴ്ചയുടെ ആഘാതത്തിൽ അപ്പോഴേക്കും അവർക്ക് ബോധമില്ലായിരുന്നു, MLAക്ക് ബോധമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആശുപത്രിയിലെത്തുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് GCS സ്കോർ 8 ആയിരുന്നു. അടിയന്തരമായി രോഗിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ നിലവിൽ രോഗി തീവ്രപരിചരണ വിഭാഗത്തിൽ കൂടുതൽ പരിശോധനകൾക്കും ചികിത്സയ്ക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും മെഡിക്കൽ ബുള്ളറ്റിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ഡോക്ടർമാരുടെ സംഘം ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. അവരും ഒപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഈ 2 സംഘവും വിശദമായ ഒരു പരിശോധനയും ഒപ്പം തന്നെ നടത്തിയിട്ടുള്ള പരിശോധനകളുടെ റിപ്പോർട്ടുകളും അതും അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാത്തിനു ശേഷം മാത്രമേ ഏത് രീതിയിൽ ചികിത്സ ഇനി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഏത് രീതിയിലായിരിക്കണം ഇനി ചികിത്സകൾ നൽകേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. കളമശ്ശേരിയും ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജും അതിവേഗത്തിലാണ് ഈ വിദഗ്ധരായ ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു മിടുക്കരായ കുറച്ച് ഡോക്ടർമാരെ
കുറച്ചധികം ഡോക്ടർമാരെ ആശുപത്രിയിലേക്ക് വിടുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഇതൊരു സ്വകാര്യ ആശുപത്രിയാണെങ്കിലും ഈ സ്വകാര്യ ആശുപത്രിയുമായി ചേർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സർക്കാർ ആശുപത്രിയിലെ ഈ മിടുക്കരായ ഡോക്ടർമാർ അവരുടെ കൂടി സംഘം ചേർന്നുകൊണ്ടായിരിക്കും ഇനി കാര്യങ്ങൾ കൂടിയാലോചിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഏത് രീതിയിലുള്ള ചികിത്സ ഇനി നൽകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക. ലക്ഷ്മി പത്മ. ശരി സഹീൻ, എന്തായാലും അവിടെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം 4 സർജന്മാർ അടങ്ങുന്ന സംഘം ഇപ്പോൾ ഉമാ തോമസിന്റെ ആരോഗ്യനില നിരീക്ഷിക്കാനായി പരിശോധിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ റിനൈ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരിനി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഇനി എന്തെല്ലാം നടപടികളാണ് ഉമാ തോമസിന്റെ കാര്യത്തിൽ സ്വീകരിക്കുക എന്ന് പറയാനായിട്ട് സാധിക്കുക. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ ആണ് ഇപ്പോൾ ഉമാ തോമസ് ഉള്ളത്. വെന്റിലേറ്ററിൽ നിന്നും ICUവിലേക്ക് മാറ്റി ഗുരുതരമായ അപകടനില തരണം ചെയ്തു എന്ന് പറയുമ്പോഴും പൂർണ്ണമായും അത് തരണം ചെയ്തിട്ടില്ല എന്നാണ് റിനൈ മെഡിസിറ്റിയിൽ നിന്നുള്ള ഡോക്ടർമാർ പറയുന്നത്. ആ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹിൻ, ഇപ്പോൾ ഈ ഡോക്ടർമാരെത്തി പരിശോധിച്ചതിന് ശേഷം ഒരു വിലയിരുത്തൽ ഉണ്ടാകുമല്ലോ. എന്തായാലും ഇനി യോഗം ചേരും, അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇനി ഏത് രീതിയിലായിരിക്കും ഡോക്ടർമാരുടെ പരിശോധന? അതിനുശേഷമുള്ള വിലയിരുത്തൽ ഏത് രീതിയിലായിരിക്കും? നേരത്തെ പറഞ്ഞിരുന്നു സ്വാതി, അതായത് ഈ ഡോക്ടർമാരുടെ സംഘം 2 ഇടങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ, വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു സംഘമുണ്ട്, മറ്റൊന്ന് ഈ പറയുന്ന പോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം. അവിടുത്തെ 4 സർജന്മാരും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഏറെക്കുറെ അത്രയും സമാനമായ രീതിയിലുള്ള സർജന്മാരും, അങ്ങനെ 8ഓളം ഡോക്ടർമാരുടെ, സർക്കാർ ഡോക്ടർമാരുടെ, മെഡിക്കലായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘം എത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ ആശുപത്രിയിലെ ഈ റിനൈ മെഡിസിറ്റി ആശുപത്രിയിലെ 8ഓളം ഡോക്ടർമാരുണ്ട്. അതിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരാണുള്ളത്. ഒന്ന് ഈ ചികിത്സയെല്ലാം ഇപ്പോൾ നിയന്ത്രിക്കുന്നത്, അതല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ന്യൂറോ സർജനായിട്ടുള്ള ഡോക്ടർ മിഷേൽ ജോണിയാണ്. മിഷേൽ ജോണിയുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഓർത്തോപീഡിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ ബാബു ജോസഫ്, ഡോക്ടർ ജസീൽ, മറ്റൊന്ന് ഡോക്ടർ രാഹുൽ ചന്ദ്രൻ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രഞ്ജു കുമാർ, അങ്ങനെ രേഖ ജോർജ്, ഡോക്ടർ പൂജ പ്രസാദ്, മറ്റൊന്ന് ഗൗതം ചന്ദ്രൻ, മധു കേസ്, അങ്ങനെ വലിയ ഒരു സംഘം, ഡോക്ടർമാരുടെ സംഘം തന്നെ അകത്തും ഉണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഒരു കൂടിയാലോചന നടത്തും. നിലവിൽ നടത്തിയിട്ടുള്ള പരിശോധനകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ അത് കൃത്യമായി തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്ന സംഘത്തിന് കൈമാറും. അവർ കൃത്യമായി ഇത് പരിശോധിച്ചതിന് ശേഷം ഏത് രീതിയിലുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം, നിലവിലെ ചികിത്സ ഇത് മതിയോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമോ, അല്ലെങ്കിൽ അത് തന്നെ തുടരാമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലെത്തും. എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലായിരിക്കും ഇനിയൊരു കൂടിയാലോചനകൾ ഉണ്ടാകുക. ആ കൂടിയാലോചനയ്ക്ക് ശേഷം 24 മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമേ നിലവിൽ ഈ പറയുന്ന ഉമാ തോമസ് MLA കാര്യത്തിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള പുരോഗമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിലും ഒപ്പം തന്നെ മെഡിക്കൽ ബുള്ളറ്റിനുമായി ജനങ്ങളെ അറിയിക്കാൻ കഴിയുകയുള്ളൂ. സ്വാതി, അപകടത്തിൽ പരിക്കേറ്റ് കൊച്ചിയിൽ റിനൈ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ICUവിലേക്ക് മാറ്റി എന്നുള്ളതാണ്.